Hello dear students, welcome back to Eazi lessons. In this video, we will be discussing about nested functions and recursive functions. So we have already seen the different types of functions, different types of user-defined functions, and let us look what is a nested function. Before going to the details of nested function, let us discuss a recursive function, and afterwards we will be moving on to the nested function. Okay, recursion means a function calling itself. We know that a function has three parts: function declaration or function prototype, function calling and function definition. അല്ലേ, ഒരു ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഫംഗ്ഷൻ ഷുഡ് ബി കോൾഡ്. അപ്പോൾ നമ്മൾ വിളിക്കുന്ന സമയത്ത് ഫംഗ്ഷൻ കോള് കാണുമ്പോഴാണ് ആ ഫംഗ്ഷൻ ആക്റ്റീവ് ആവുന്നത്. അങ്ങനെ ഫംഗ്ഷൻ കോള് വഴി ഒരു ഫംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഡെഫിനിഷൻ്റെ ഉള്ളിൽ നിന്നിട്ട് നമ്മൾ വീണ്ടും ആ സെയിം ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഞാൻ മെയിൻ ഫംഗ്ഷനിൽ നിന്നിട്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ കോൾ ചെയ്തു. ഡിസ്പ്ലേ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിൽ എത്തുമ്പോൾ ഡിസ്പ്ലേ ഫംഗ്ഷനിൽ ഒരു 10 ലൈൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആഫ്റ്റർ 10 ലൈൻസ് ഇഫ് ഐ ആം അഗെയിൻ കോളിംഗ് ഡിസ്പ്ലേ ഫംഗ്ഷൻ ഇറ്റ്സെൽഫ്, a function is again calling itself, that particular condition is known as recursion. പക്ഷേ റിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, ഇഫ് നോട്ട് പ്രോപ്പർലി പ്ലേസ്ഡ്, നമ്മൾ ഇങ്ങനെ കോള് റിപ്പീറ്റഡ് ആയിട്ട് ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കോള് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് കെയർ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ ഇൻ ഇൻഫിനിറ്റ് ലൂപ്പ്. സോ റിക്കേഴ്സീവ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ കണ്ടീഷൻ കൂടി അതിൽ അപ്ലൈ ചെയ്തിട്ട് ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിനെ നമ്മൾ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ആ ഫംഗ്ഷൻ എക്സിറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ, ടെർമിനേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഇറ്റ് വിൽ റിസൾട്ട്സ് ഇൻ ഇൻഫിനിറ്റ് ലൂപ്പ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇവിടെ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണാം. മെയിൻ ഫംഗ്ഷനിൽ ഹലോ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അഗെയിൻ ആ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്നിട്ട് തന്നെ നമ്മൾ വീണ്ടും മെയിനിനെ കോൾ ചെയ്യാണ്. മെയിനിനെ കോൾ ചെയ്യുന്ന സമയത്ത് വീണ്ടും പ്രോഗ്രാമിൻ്റെ കൺട്രോള് മെയിനിലേക്ക് പോവും. ഹലോ വിൽ ബി പ്രിൻറ്റഡ് കണ്ടിന്യൂസ്ലി ആൻഡ് ഇറ്റ് വിൽ റിസൾട്ട്സ് ഇൻ ഇൻഫിനിറ്റ് ലൂപ്പ്. അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടീഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് ചില വേരിയബിൾസ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ചില കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കണ്ടീഷനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളിവിടെ പറയാണ്, ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഞാനൊരു സ്റ്റാറ്റിക് വേരിയബിൾ കൊടുത്തു എന്ന് വിചാരിച്ചോ. സ്റ്റാറ്റിക് ഇൻറ്റ് എക്സ് ഈക്വൽ ടു 1. The peculiarity of static variables is that the initialization only will be performed once. അതായത് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു, ഹലോ പ്രിൻ്റ് ചെയ്തു. ഇനി തൊട്ടടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഹലോ പ്രിൻ്റ് ചെയ്യുന്നതിനേക്കാൾ മുൻപ് നമ്മൾ പറയാണ്, ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ 5, നമുക്ക് ഇവിടെ കൊടുക്കാം. ഹലോ പ്രിൻ്റ് ചെയ്തതിന് ശേഷം എക്സ് ഈസ് ഇൻക്രിമെൻറ്റഡ് ആൻഡ് ദെൻ ഐ എം ഗീവിങ് എ പെർട്ടിക്കുലർ കണ്ടീഷൻ ലൈക്ക് ഇഫ് എക്സ് ലെസ് ദാൻ 5 മെയിൻ എന്ന് പറഞ്ഞ് കോള് ചെയ്യാണ് ഫംഗ്ഷനെ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ മെയിൻ ഫംഗ്ഷൻ ഈസ് ഓപ്പൺഡ്, എ സ്റ്റാറ്റിക് വേരിയബിൾ ഈസ് ഡിക്ലയർഡ് ആൻഡ് ഇറ്റ് ഈസ് ഇനീഷ്യലൈസ്ഡ് ടു 1, and then hello will be printed and the value of x gets incremented to 2. If 2 less than 5 condition is true, main will be called. അപ്പോൾ വീണ്ടും പ്രോഗ്രാമിൻ്റെ കൺട്രോൾ മെയിനിലേക്ക് തന്നെ പോകും. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുന്നതിൻ്റെ പെക്യുലിയാരിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്റ്റാറ്റിക് യൂസ് ചെയ്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇൻറ്റ് എക്സ് വിൽ ബി ആൻ ഓട്ടോമാറ്റിക് വേരിയബിൾ. സോ ഈച്ച് ടൈം വെൻ ദ ഫംഗ്ഷൻ ഈസ് കോൾഡ് ദ എക്സ് വിൽ ബി ഇനീഷ്യലൈസ്ഡ് ടു 1. ഓരോ പ്രാവശ്യം ഫംഗ്ഷൻ ബോഡിയിലേക്ക് എത്തുമ്പോഴും എക്സ് 1 ആയേനെ. പക്ഷെ സ്റ്റാറ്റിക് വേരിയബിൾ ആയതുകൊണ്ട് ഇനീഷ്യലൈസേഷൻ അവിടെ ഒരു തവണയേ നടക്കുള്ളൂ. പിന്നീട് അതിന് വരുന്ന മാറ്റങ്ങൾ അതിൽ സേവ് ആയിട്ട് കിടക്കും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ
തുടങ്ങുന്ന സമയത്ത് 1 ആയിരുന്നു. അതിനുശേഷം നമ്മൾ എക്സിനെ ഇൻക്രിമെൻ്റ് ചെയ്ത് 2 ആക്കി. പിന്നീട് വീണ്ടും മെയിനിലേക്ക് വരുന്ന സമയത്ത് എക്സ് ആ ഇനീഷ്യലൈസേഷൻ അവിടെ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പോൾ എക്സ് റിമെയിൻസ് 2. Then again hello will be printed and x is incremented to 3. 3 less than 5 condition is true. Again main function is called. Again the program control will be taken to the main function and again hello will be printed. X gets incremented to 4. 4 is less than 5. Again main function is called and then again hello will be printed. X gets incremented to 5. There when the condition is evaluated, when 5 less than 5 condition false ആവാണ്. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ മെയിൻ ഫംഗ്ഷൻ നമ്മൾ വീണ്ടും വിളിക്കുന്നുള്ളൂ. അപ്പോൾ എപ്പോഴാണോ കണ്ടീഷൻ ഫാൾസ് ആവുന്നത് ആ സമയത്ത് പ്രോഗ്രാമിൻ്റെ മീൻസ് ഫംഗ്ഷൻ കോൾ എന്നുള്ളത് ആ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റോപ്പ് ആവും. അപ്പം ഇങ്ങനെ പ്രോപ്പർ കണ്ടീഷൻസ് വെച്ച് നമ്മൾ ആ ഒരു കണ്ടിന്യൂസ് കോളിങ്ങിനെ ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് ഇൻഫിനിറ്റ് ലൂപ്സിന് റീസൺ ആകാം. ഇനി നമ്മൾ കാണുന്നത് റിക്കേഴ്സീവ് ഫംഗ്ഷൻ്റെ ഒരു പ്രോഗ്രാമാണ്. ആക്ച്വലി റിക്കേഴ്സീവ് ഫംഗ്ഷൻസ് ആർ ഇംപ്ലിമെൻറ്റഡ് ഇൻ ഓർഡർ ടു അവോയ്ഡ് ലൂപ്സ് എവിടെ യൂസ് ചെയ്യുന്നുണ്ടോ ആ ലൂപ്സ് യൂസ് ചെയ്യുന്നതിന് പകരമായിട്ടാണ് ശരിക്കും റിക്കേഴ്സീവ് ഫംഗ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുക. കാരണം ഒരു പെർട്ടിക്കുലർ കോഡ്, അതായത് ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആർ ബീങ് റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ടഡ് അല്ലേ. വീണ്ടും വീണ്ടും ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ആ സെയിം കോഡ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ശരിക്കും ലൂപ്പിൻ്റെ ഇഫക്റ്റ് തന്നെയാണത്. അപ്പോൾ ലൂപ്പ് എവിടെ യൂസ് ചെയ്യുന്നുണ്ടോ ആ ലൂപ്പിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാനാണ് ശരിക്കും നമ്മൾ റിക്കേഴ്സീവ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫാക്ടോറിയൽ കാണാനുള്ള ഒരു പ്രോഗ്രാം നമുക്ക് എല്ലാവർക്കും അറിയാം. ഫാക്ടോറിയൽ കാണാനായിട്ട് നമ്മൾ ലൂപ്സ് യൂസ് ചെയ്ത് 1 തുടങ്ങി ആ പെർട്ടിക്കുലർ നമ്പർ വരെ റിപ്പീറ്റ് ചെയ്യുന്നൊരു ലൂപ്പ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടാണ് പ്രോഗ്രാം ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ റിക്കേഴ്സീവ് ഫംഗ്ഷൻ വെച്ചിട്ടാണ് പ്രോഗ്രാം ചെയ്യുന്നത്. Here a number is read from the user. A long integer is being read from the user as n and there the function is called. Fact എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. n നമ്മൾ ആക്ച്വൽ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യുന്നു. അപ്പോൾ ആ ഫംഗ്ഷൻ കോൾ കാണുന്ന സമയത്ത് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ഫംഗ്ഷനിലെത്തും. ഇവിടെ നമ്മൾ ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ അതേ നെയിം തന്നെയാണ് ഡമ്മി ആർഗ്യുമെൻറ്റിനും വെച്ചിരിക്കുന്നത്. ഇനി n1 ആണെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പർ 1 ആണെങ്കിൽ റിട്ടേൺ 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 ഫാക്ടോറിയൽ 1 തന്നെ ആയതുകൊണ്ട്. എൽസ് അല്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റിട്ടേൺ n ഇൻറ്റു ഫാക്ട് ഓഫ് n-1 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ n ഇൻറ്റു എന്നുള്ളത് ഈ റിക്കേഴ്സീവ് ഫംഗ്ഷൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റാക്ക്. ഇപ്പോൾ സി പഠിക്കുമ്പോൾ നിങ്ങൾ DS പഠിക്കാത്ത ഒരാളാണെങ്കിൽ സ്റ്റാക്കിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങളിവിടെ പ്ലെയിനായിട്ട് ഇത് മനസ്സിലാക്കി വെച്ചിട്ട് ഡാറ്റ സ്ട്രക്ചേഴ്സ് പഠിക്കുമ്പോൾ അവിടെ സ്റ്റാക്ക് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ റിക്കേർഷൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അവിടെ നമ്മൾ കാണും എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. n ഇൻറ്റു സപ്പോസ് എ നമ്പർ ഗിവൺ വാസ് 4 ഇൻറ്റു എന്താ ചെയ്യുന്നത്, എഗെയിൻ എ ഫംഗ്ഷൻ ഈസ് ബീങ് കോൾഡ് ആസ് ഫാക്ട് ഓഫ് n-1 4-1. അപ്പോൾ 4 ഇൻറ്റു 3 എന്ന് പറഞ്ഞൊരു ആർഗ്യുമെൻ്റായിട്ട് വീണ്ടും പ്രോഗ്രാമിനെ നമ്മൾ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുകയാണ്. അപ്പോൾ ഈ 4 ഇൻറ്റു എന്നുള്ളത് ഒരു സ്റ്റാക്കിൽ എടുത്ത് വെച്ചിട്ട് 2 സ്റ്റാക്സിൽ എടുത്ത് വെച്ചിട്ടാണ് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ഇങ്ങോട്ട് പോവുക. അപ്പോൾ 4 ഇൻറ്റു എന്നുള്ളത് നഷ്ടപ്പെട്ടിട്ടില്ല, അതവിടെ ഓൾറെഡി ഒരു സ്റ്റാക്കിൽ ഉണ്ടായിരിക്കും. എന്നിട്ട് 3 എന്ന് പറഞ്ഞ ആർഗ്യുമെൻ്റായിട്ട് വീണ്ടും ഫംഗ്ഷനിലേക്ക് വരുന്നു. Again the condition is checked as if n is equal to 1. n 3 ആണ്. അപ്പോൾ എൽസ് പാർട്ടിലേക്ക് വരും. ഇവിടെ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ n ഇൻറ്റു നൗ n is 3. നേരത്തെ 4 ഇൻറ്റുവിൻ്റെ കൂടെ എന്തും കൂടി ആഡ് ചെയ്ത് വയ്ക്കുകയാണ് 3 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു ഫാക്ട് ഓഫ് n-1. n is now 3. 3-1 is 2. അപ്പോൾ 2 എന്ന് പറഞ്ഞ ആർഗ്യുമെൻറ്റുമായിട്ട് വീണ്ടും പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ഫാക്ട് ഫംഗ്ഷനിൽ വരും. Again the condition is evaluated whether n is equal to 1. No. else പാർട്ടിലേക്ക് വന്നു. അപ്പോൾ അവിടെ ഓൾറെഡി 4 ഇൻറ്റു 3 ഇൻറ്റു ഉണ്ട്. അതിൻ്റെ കൂടെ 2 ഇൻറ്റു ഫാക്ട് ഓഫ് 2-1 ഫാക്ട് ഓഫ് 1. അഗെയിൻ പ്രോഗ്രാമിൻ്റെ കൺട്രോള് ഫംഗ്ഷൻ ഡെഫിനേഷനിലേക്ക് പോയി.
now n is 1. So when the condition is evaluated, condition becomes true. If n is equal to 1, return 1 എന്ന് പറയുമ്പോൾ ഈ 1 റിട്ടേൺ ആവുന്നത് നേരത്തെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു ചെയിൻ ഓഫ് സ്റ്റാക്കിലേക്ക് തന്നെയാണ്. 4 × 3 × 2 × 1 എന്നായി മാറും ആ എക്സ്പ്രഷൻ. എന്നിട്ട് അതൊരു പെർട്ടിക്കുലർ സീക്വൻസിൽ എക്സിക്യൂട്ട് ചെയ്ത് ആൻസർ കണ്ട് 4 × 3 × 2 × 1 എന്ന് പറഞ്ഞൊരു ആൻസർ റിട്ടേൺ ചെയ്യുന്നതാണ് മെയിൻ ഫംഗ്ഷനിലേക്ക് റിട്ടേൺ ആവുക. അതിന് ഇൻറ്റേർണൽ വർക്കിംഗ് ശരിക്കും സ്റ്റാക്ക് യൂസ് ചെയ്തിട്ടാണ്. അതിപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ബിക്കോസ് നിങ്ങൾ സി പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് DS ഫെമിലിയർ ആയിരിക്കില്ല. അപ്പോൾ സ്റ്റാക്കിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. സോ ഇൻ ഫ്യൂച്ചർ വെൻ വി ഡിസ്കസ് അബൌട്ട് സ്റ്റാക്ക് വി വിൽ സീ അബൌട്ട് റിക്കർസീവ് ഫംഗ്ഷൻ യൂസിങ് സ്റ്റാക്സ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ലൂപ്പിന് പകരം ഒരു ഫംഗ്ഷനെ തന്നെ ആ ഫംഗ്ഷനിൽ നിന്ന് കോൾ ചെയ്ത് റിപ്പീറ്റഡ്ലി കോൾ ചെയ്യുന്നതിനെയാണ് റിക്കർസീവ് ഫംഗ്ഷൻസ് എന്ന് പറയാം. നമുക്കതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പം എൻ്റെ അത് നമ്പർ എന്ന് പറഞ്ഞു 4 കൊടുത്തു. നമുക്ക് ഫാക്ടോറിയൽ 24 കിട്ടി. So that is all about recursive function. So recursive function is a function calling itself, that is used instead of using loops. And next we will be discussing about nested functions. ശരിക്ക് നെസ്റ്റിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നെസ്റ്റഡ് ഇഫ് കണ്ടു, നെസ്റ്റഡ് ലൂപ്സ് കണ്ടു. അവിടെയൊക്കെ നമ്മൾ കണ്ടത് ഇപ്പോൾ ഒരു ഇഫിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ഇഫ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് നെസ്റ്റഡ് ഇഫ്. And in the case of nested loops, when a loop is placed inside a loop, that is known as a nested loop. അപ്പോൾ ശരിക്കും നെസ്റ്റഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഒരു ഫങ്ഷൻ ഡെഫിനേഷൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ഫങ്ഷൻ ഡെഫിനേഷൻ വരികയാണെങ്കിൽ അതിനെയാണ് ശരിക്കും നെസ്റ്റഡ് ഫങ്ഷൻ എന്ന് പറയേണ്ടിയിരുന്നത്. പക്ഷെ ആ ഒരു കൺസെപ്റ്റിലല്ല സിയിൽ നമ്മൾ നെസ്റ്റഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റിയൽ നെസ്റ്റഡ് ഫങ്ഷൻസ് സിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. പക്ഷേ ഇവിടെ നെസ്റ്റിംഗ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ വേറൊരു ഫംഗ്ഷനെ കോൾ ചെയ്തു. ആൻഡ് ദാറ്റ് പെർട്ടിക്കുലർ ഫംഗ്ഷൻ, that is when function 1 calls function 2 and this function 2 in turns call a function 3. That is known as nested functions. ആ ഒരു സിറ്റുവേഷനെയാണ് നെസ്റ്റഡ് ഫങ്ഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് മെയിനിൽ നിന്ന് നമ്മൾ ഇപ്പോൾ സപ്പോസ് പാലിൻഡ്രോം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ കോൾ ചെയ്തു. പാലിൻഡ്രോം എന്ന് പറഞ്ഞ ഫംഗ്ഷനുള്ളിൽ നമ്മൾ റിവേഴ്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു നെസ്റ്റിംഗ് സംഭവിക്കുന്നു. ആ രീതിയിലുള്ള നെസ്റ്റിംഗ് ആണ് ഇവിടെ പോസിബിൾ ആവുന്നുള്ളൂ. അപ്പോൾ അതിനെയാണ് നമ്മൾ നെസ്റ്റഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. when a function calls a function which in turns calls another function, that particular condition is called nesting. So while applying a nested functions you have to keep some points in mind. അതായത് മെയിനായിട്ട് ഗ്ലോബൽ ആൻഡ് ലോക്കൽ വേരിയബിൾസിനെ ഉള്ള ഡിഫറൻസ് നമ്മളിവിടെയാണ് മനസ്സിലാക്കുക. when the function is declared locally, നമ്മളെല്ലാ ഫങ്ഷൻസും മെയിൻ്റെ ഉള്ളിലാണ് ഡിക്ലെയർ ചെയ്തെന്നുണ്ടെങ്കിൽ നെസ്റ്റഡ് ഫങ്ഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം നമുക്കറിയാം ഒരു ഫംഗ്ഷൻ ഏത് ഫംഗ്ഷൻ്റെ ഉള്ളിലാണോ ഡിക്ലെയർഡ് ആയിട്ടുള്ളത് അവിടെ നിന്നിട്ട് മാത്രമേ നമുക്ക് കോൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ നെസ്റ്റഡ് ഫങ്ഷൻസിൻ്റെ കേസിൽ ഈ ഫങ്ഷൻസിനെ നമ്മൾ എവിടെ ഡിക്ലെയർ ചെയ്യണം? ഒന്നുകിൽ ദാറ്റ് ഫങ്ഷൻ ഷുഡ് ബി ഡിക്ലെയർഡ് ഇൻസൈഡ് ദ ഫങ്ഷൻസ് ഫ്രം വിച്ച് ഇറ്റ് ഈസ് കോൾഡ്. എവിടെ നിന്നാണോ അതിലേക്കുള്ള കോള് പോകുന്നത് ആ ഫങ്ഷനിൽ വേണം അതിനെ ഡിക്ലെയർ ചെയ്യാൻ. അപ്പം നമുക്ക് ആ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് അവോയ്ഡ് ചെയ്യാൻ, ഇപ്പോൾ നമുക്ക് വലിയ ലെങ്തി പ്രോഗ്രാമാണ്, കോംപ്ലക്സ് ആയിട്ടുള്ളൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ, കുറേ അധികം ഫങ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു ഫങ്ഷൻ തന്നെ പല സ്ഥലത്തു നിന്നൊക്കെ കോൾ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഇറ്റ് ഈസ് ബെറ്റർ ടു ഓൾവേസ് ഡിക്ലെയർ എ ഫംഗ്ഷൻ ആസ് ഗ്ലോബലി, ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ദ മെയിൻ ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷൻ്റെ പുറത്ത് ഡിക്ലെയർ ചെയ്താൽ എന്താണ് ഗുണം? ദാറ്റ് പെർട്ടിക്കുലർ ഫംഗ്ഷൻ ക്യാൻ ബി ആക്സസ്ഡ് എനിവേർ ഇൻ ദ പ്രോഗ്രാം. ഏത് ഫംഗ്ഷനിൽ നിന്നിട്ട് നമുക്ക് വേണമെങ്കിലും ആ ഫംഗ്ഷനെ കോൾ ചെയ്യാം. അപ്പോൾ അങ്ങനെയായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കുക. നെസ്റ്റഡ് ഫങ്ഷൻസ് അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോഗ്രാം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, so here we are going to discuss about nested function. nested functionന്റെ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മൾ ഒരു നമ്പർ പാലിൻഡ്രോം ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. So we are doing the program using nested function. So here initially a function is being declared as palin, and the peculiarity of palin function is that it takes an integer argument and it returns an integer value. Okay, and after
that two integer variables have been declared as num and flag. So initially number is being read from the user as num and palin function is called and num is passed as the actual argument. So num എന്ന് പറഞ്ഞ ഡാറ്റയുമായിട്ട് നമ്മൾ പാലിൻ ഫംഗ്ഷനിലേക്ക് വന്നു. The actual argument num is copied onto dummy argument n. നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പർ ഇപ്പോൾ നമ്മൾ 363 എന്നാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ that is now copied onto n. Then here again another function is being declared as reverse, which takes an integer argument and which returns an integer value. So here I am calling a reverse function by passing n as an actual argument. അപ്പോൾ പാലിൻ ഫംഗ്ഷനിൽ നിന്നിട്ട് മെയിനിൽ നിന്ന് നമ്മൾ പാലിനിലേക്ക് വന്നു. പാലിനിൽ നിന്നിട്ട് നമ്മൾ റിവേഴ്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. അവിടെ n എന്ന് പറഞ്ഞ നമ്പറിനെ നമ്മൾ ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ എങ്ങോട്ട് പോകും? റിവേഴ്സിലേക്ക് പോകും. റിവേഴ്സിൽ നമ്മൾ എന്ത് ചെയ്തു? റിവേഴ്സ് കാണാനുള്ള സ്റ്റെപ്സ് എഴുതി. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമ്മൾ ഓൾറെഡി അതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ലൂപ്പിംഗ് കണ്ടപ്പോൾ. അപ്പോൾ റിവേഴ്സ് കണ്ടിട്ട് ആ റിവേഴ്സിനെ നമ്മൾ റിട്ടേൺ ചെയ്യാണ്. റിട്ടേൺ ചെയ്യുന്ന സമയത്ത് റിവേഴ്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ എവിടെ നിന്നാണോ കോൾ ചെയ്ത് അങ്ങോട്ടാണ് റിട്ടേൺ പോവുക. സോ ദ റിവേഴ്സ് ഓഫ് ദ നമ്പർ ഈസ് ബീങ് റിട്ടേൺ ടു ദ വേരിയബിൾ ആർ. ഇനി ആ ആറും നമ്മുടെ നമ്പറും, അതായത് കൊണ്ടുവന്ന നമ്പറും ഈക്വൽ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു 1 എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പാലിൻ ഫംഗ്ഷനിലാണ്. പാലിൻ ഫംഗ്ഷനെ കോൾ ചെയ്തത് മെയിൻ ഫംഗ്ഷനാണ്. അപ്പോൾ മെയിൻ ഫംഗ്ഷനിലേക്കായിരിക്കും ഈ 1 എന്ന് പറഞ്ഞ വാല്യൂ റിട്ടേൺ ആവുക. അപ്പോൾ 1 റിട്ടേൺ ആയി, ഫ്ലാഗിലേക്ക് 1 റിട്ടേൺ ആയി. ഫ്ലാഗ് 1 ആണെങ്കിൽ നമ്മൾ പറയുന്നു നമ്പർ പാലിൻഡ്രോം ആണ്, അല്ലെങ്കിൽ നമ്പർ പാലിൻഡ്രോം അല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ പ്രോഗ്രാം. ജസ്റ്റ് ഒന്നും കൂടി പറയാം. നമ്പർ റീഡ് ചെയ്തു, പാലിൻ ഫംഗ്ഷനെ കോൾ ചെയ്തു. അപ്പോൾ പാലിൻ ഫംഗ്ഷനിൽ പോയിട്ട് നമുക്ക് എന്തോ ഒരു ആൻസർ കിട്ടും. ആ ആൻസർ 1 ആണെങ്കിൽ പാലിൻഡ്രോം ആണെന്ന് പ്രിൻ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നോട്ട് പാലിൻഡ്രോം എന്ന് പ്രിൻ്റ് ചെയ്യുന്നു. ഇനി എന്താണ് പാലിൻ ഫംഗ്ഷൻ? പാലിൻ ഫംഗ്ഷനിൽ എന്ന് പറഞ്ഞൊരു ഫോർമൽ ആർഗ്യുമെൻറ്റിലേക്കാണ് നമ്മൾ കൊണ്ടുവന്ന 363 വന്നിട്ടുള്ളത്. അവിടെ നമ്മൾ റിവേഴ്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്യാണ്. ഈ 363 കൊണ്ട് റിവേഴ്സ് ഫംഗ്ഷനിലേക്ക് പോകുന്നു. അവിടെ നമുക്ക് റിവേഴ്സ് കിട്ടും. ആ റിവേഴ്സ് ആറിലേക്കാണ് റിട്ടേൺ ആവുക. അപ്പോൾ നമ്മുടെ 363യും നമുക്ക് കിട്ടിയ റിവേഴ്സ് 363യും സെയിം ആണെങ്കിൽ നമ്മൾ മെയിൻ ഫംഗ്ഷനിലേക്ക് 1 റിട്ടേൺ ചെയ്യും. അല്ല, ഈക്വൽ അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ 0 എന്ന് പറഞ്ഞ വാല്യൂ ആണ് റിട്ടേൺ ആവുക. അതാണ് പാലിൻ ഫംഗ്ഷൻ്റെ ഒരു എന്താ പറയുക പ്രൊസീജിയർ. ഇനി റിവേഴ്സിൻ്റെ ഡ്യൂട്ടി എന്താണ്? റിവേഴ്സ് കാണലാണ്. അപ്പോൾ 363 എന്ന് പറഞ്ഞൊരു ഫോർമൽ ആർഗ്യുമെൻ്റ് ആണ് n എന്ന് പറയുന്നത്. അതിൻ്റെ റിവേഴ്സ് നമ്മൾ കാണുന്നു. ആൻഡ് ദാറ്റ് പെർട്ടിക്കുലർ റിവേഴ്സ് ഈസ് സ്റ്റോർഡ് ഇൻ R ആൻഡ് ഇറ്റ് ഈസ് റിട്ടേൺ ടു പാലിൻ ഫംഗ്ഷൻ. ഇത്രയാണ് നമ്മുടെ പ്രോഗ്രാം. ഇനി ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എൻട്രി നമ്പർ നേരത്തെ എക്സിക്യൂട്ട് നമ്മൾ CLR കൊടുക്കാത്തത് കൊണ്ടാണ് കേട്ടോ സ്ക്രീൻ ക്ലിയർ ആവാതെ കിടക്കുന്നത്. ഇപ്പോൾ 363 കൊടുത്തു. ഇപ്പോൾ ഇവിടെ നമ്പർ ഈസ് പാലിൻഡ്രോം എന്ന് പ്രിൻ്റ് ചെയ്തു. ഇനി നമുക്കൊന്നുകൂടി റൺ ചെയ്ത് നോക്കാം. പാലിൻഡ്രോം അല്ലാത്തൊരു നമ്പർ കൊടുത്ത് നോക്കാം. 234. ദ നമ്പർ ഈസ് നോട്ട് പാലിൻഡ്രോം എന്ന് പ്രിൻ്റ് ചെയ്യും. അതാണ് ഒരു നെസ്റ്റഡ് ഫംഗ്ഷൻ്റെ വർക്കിംഗ്. അപ്പോൾ റിക്കേഴ്സീവ് ഫംഗ്ഷൻ ആൻഡ് നെസ്റ്റഡ് ഫംഗ്ഷൻ രണ്ട് കൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻ ഓർഡർ ടു അവോയ്ഡ് യൂസിങ് ലൂപ്സ് യു ക്യാൻ ഗോ ഫോർ റിക്കേഴ്സീവ് ഫംഗ്ഷൻസ്. ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ നിന്നിട്ട് അതേ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ഫംഗ്ഷൻ കോളിംഗ് ഇറ്റ് സെൽഫ് ഈസ് നോൺ ആസ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ. ആൻഡ് നെസ്റ്റഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എ ഫംഗ്ഷൻ കോൾസ് അനദർ ഫംഗ്ഷൻ വിച്ച് ഇൻ ടേൺസ് കോൾ തേർഡ് ഫംഗ്ഷൻ. അങ്ങനെ നെസ്റ്റ് ചെയ്ത് നമുക്ക് എത്ര ലെവലിലേക്ക് വേണമെങ്കിലും പോവാം. അതിനെയാണ് നെസ്റ്റിംഗ് ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. സോ ഹോപ്പ് ദ പോർഷൻസ് ആർ ക്ലിയർ ടു യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, ഇഫ് യു understood the video, please like, share and subscribe the video. Thank you. See you again.